AAP പിളർപ്പിലേക്ക് യുവനേതാവ് രാഘവ് ചദ്ദയും അടക്കം 7 എംപിമാർ BJPയിലേക്ക് രാജ്യസഭാ ചെയർമാന് കത്ത് നൽകിയെന്ന് രാഘവ് ചദ്ദ പറഞ്ഞു. നീക്കം രാഘവ് ചദ്ദയെ AAP നേതൃത്വത്തിൽ നിന്നും നീക്കിയതിന് പിന്നാലെ. വിവരങ്ങളുമായി KG ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, AAP ഒരു പിളർപ്പിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ ഒരു രാജിക്കത്തടക്കം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കുറച്ച് നാളുകളായി തന്നെ AAPയിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് AAPയിൽ വലിയ രീതിയിലുള്ള പിളർപ്പിലേക്ക് പോയിരിക്കുന്നത്. ഈ രാഘവ് ചദ്ദയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ രാഘവ് ചദ്ദ പാർട്ടി വിട്ടിരുന്നെങ്കിൽ AAPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകില്ലായിരുന്നു. പക്ഷേ AAPയുടെ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് 7 പേരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ചദ്ദ ഉൾപ്പെടെ 6 പേരാണ് നിലവിൽ ഈ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അവർ BJPയിലേക്ക് എന്നാണ് നിലവിലെ സൂചനകൾ. കുറച്ചുനാൾ മുൻപ് തന്നെ ഈ രാജ്യസഭയിലെ നേതാവായ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡറായിരുന്നു ഇദ്ദേഹത്തെ മാറ്റി അശോക് മെത്തൽ എന്ന പുതിയൊരു നേതാവിന് ചുമതല നൽകിയിരുന്നു. അദ്ദേഹവും ഇപ്പോൾ ഈ രാഘവിനോടൊപ്പം പോവുകയാണ്. ഇതെന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം വരുന്ന വർഷങ്ങളിൽ അടുത്ത വർഷം തന്നെ പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് കാലത്താണ് രാജ്യസഭയിൽ നിന്നുള്ള 7 എംപിമാർ പാർട്ടി വിടുന്നത്. 10-ൽ 7 എംപിമാരും പാർട്ടി വിടുമെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെന്തായാലും AAPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിന് ശേഷം പഞ്ചാബിലൂടെ വീണ്ടും തുടർ ഭരണം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ഗുജറാത്തിലെല്ലാം തങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുമെന്ന രീതിയിൽ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വലിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതെന്തായാലും AAP നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കെജ്രിവാളുമായി ബന്ധപ്പെട്ട് വലിയ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് രാഘവ്. കാരണം അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്ന സമയം മുതൽ തന്നെ അദ്ദേഹം 26ാമത്തെ വയസ്സ് മുതൽ തന്നെ ഈ AAPയോടൊപ്പം തുടരുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇടക്കാലത്തെല്ലാം വലിയ രീതിയിൽ തന്നെ ഈ AAP നേതൃത്വത്തെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം പാർട്ടി വിട്ടതായി അദ്ദേഹം പറഞ്ഞ ഈ വാർത്താ സമ്മേളനത്തിലും AAPക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. AAP ഒരു അഴിമതി പാർട്ടിയായി മാറി, അതോടൊപ്പം തന്നെ ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയെ അധപ്പതിച്ചു എന്ന രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് അടക്കമുള്ളവർ പാർട്ടി വിടുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ AAP കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. 10 എംപിമാരാണ് നിലവിൽ അവർക്കുള്ളത്. 3 ലോക്സഭാ എംപിമാരും 7 രാജ്യസഭാ എംപിമാരും. ഇതിൽ 7 പേരും പാർട്ടി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെ AAPയുടെ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. AAPയുടെ നിലവിൽ ഒരു MP മാത്രം അവശേഷിക്കുന്ന സഞ്ജയ് സിംഗ് ആണ്. അദ്ദേഹം പറയുകയാണ്, ഇത് ഓപ്പറേഷൻ താമരയാണ്, ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഈ എംപിമാർ സ്വീകരിച്ചത്. ഇതിന് ജനങ്ങൾ തന്നെ കൃത്യമായി മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം BJPക്ക് ഒരു അനുകൂലമാക്കി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. AAPയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമായി തന്നെ അവർ കണക്കാക്കേണ്ടി വരും. അവരുടെ പാർട്ടി രൂപീകരിച്ച ശേഷം ഇങ്ങനൊരു നീക്കം അവർ കാണുന്നത് ആദ്യമായിരിക്കും. പല പാർട്ടികളിൽ നിന്നും നാം ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്കുകളും പിളർപ്പുകളും കണ്ടിട്ടുണ്ടെങ്കിൽ AAP എന്ന കുറ്റിച്ചൂൽ വിപ്ലവവുമായി ഡൽഹിയിലെത്തിയ ഈ പാർട്ടിയിൽ നിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടാകുന്നത് നാം ആദ്യമായി തന്നെയാണ് കാണുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു നീക്കം, രാഘവ് ചദ്ദയുടെ ഇങ്ങനൊരു നീക്കം വലിയ തിരിച്ചടിയിലേക്ക് അവരെ എത്തിക്കും. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ അണികളെയും ഇനി കൂടുതൽ BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ശരി, എന്തായാലും AAPയിൽ ഒരു പിളർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. യുവ നേതാവായ രാഘവ് ചദ്ദയടക്കം 7 എംപിമാരാണ് BJPയിലേക്ക് പോകുന്നത്. രാജ്യസഭാ ചെയർമാന് കത്ത് നൽകിയെന്നാണ് രാഘവ് ചദ്ദ പറഞ്ഞിരിക്കുന്നത്. നീക്കം രാഘവ് ചദ്ദയെ AAP നേതൃസ്ഥാനത്തു നിന്നും നീക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.